നമ്മൾ ഏറെ ഹൃദയവേദനയോടെ കേട്ട ഒരു വാർത്തയുടെ വിവരത്തിലേക്കാണ് പോകുന്നത്. പരീക്ഷാ കോപ്പിയടി പിടിച്ച അധ്യാപകനെ വിദ്യാർത്ഥികൾ പീഡനക്കേസിൽ കൊടുക്കുക. ആ പ്ലോട്ട് ഒരുക്കി നൽകിയത് കേരളം ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി ഓഫീസിൽ വെച്ച് പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ പീഡന തിരക്കഥയിൽ ജീവിതവും സൽപ്പേരും നഷ്ടമായത് ആനന്ദ് വിശ്വനാഥൻ എന്ന ഒരു പാവം അധ്യാപകനാണ്. പാർട്ടിക്കുരുക്കിന് കോളേജ് പ്രിൻസിപ്പലും പോലീസും കൂട്ടുനിന്നതോടെ ആ മനുഷ്യൻ ജയിലിലും പുറത്തുമായി ഹൃദയവേദനയിൽ കഴിഞ്ഞത് 10 വർഷമാണ്. 2014 ഒരു ഓണക്കാലത്ത് പീഡനക്കേസിൽ പ്രതിയാക്കപ്പെട്ട് ജയിലിൽ പോയ അദ്ദേഹം നിറഞ്ഞൊന്ന് ചിരിക്കുന്നത് ഈ ഓണക്കാലത്ത് കോടതി നീതി നടപ്പാക്കുമ്പോഴാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. ഒരു കോളേജിൽ ഒരു കുറ്റകൃത്യം നടത്തുന്നുണ്ടെങ്കിൽ ആ പിള്ളേർ ഫിസിക്കലി അവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് വെരിഫൈ ചെയ്യേണ്ടത് ആര്? അറ്റൻഡൻസിനകത്ത് ആ പിള്ളേർ ആബ്സെൻ്റ് ആയിരുന്നു. 2ാം സെമസ്റ്റർ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് എക്സാമിനേഷൻ ഡ്യൂട്ടിക്ക് ലീവ് കൊടുത്തിരുന്നു. പരീക്ഷ അവധിക്ക് പോയതാ പിള്ളേർ. അപ്പോൾ 1 മാസമായിട്ട് കോളേജിൽ ഇല്ലാത്ത കുട്ടികൾ ഇവരുടെ പരാതിനകത്ത് പറയുന്നത് കഴിഞ്ഞ 1 മാസകാലമായിട്ടും ഈ അധ്യാപകൻ്റെ ഭാഗത്തുനിന്ന് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. അപ്പം തന്നെ അത് ഫ്ലോപ്പല്ലേ? അപ്പോൾ അന്വേഷിച്ച ഈ അന്വേഷണ കമ്മീഷനും അവർ കണ്ടെത്തി. പക്ഷേ ഈ കോളേജ് എഡ്യൂക്കേഷനിൽ നിന്ന് നിയോഗിച്ച അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവർ എന്താണ് അന്വേഷിച്ചത്? ഞാൻ ഹാപ്പിയാണ്, സന്തുഷ്ടനാണ്. പ്രൊഫസർ ആനന്ദ് വിശ്വനാഥൻ, മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ പ്രൊഫസർ, കോപ്പിയടിച്ചതിന് SFIക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ കോപ്പിയടിച്ചത് പിടിച്ചത് റിപ്പോർട്ട് ചെയ്തതിന് ആ പ്രൊഫസർക്കെതിരെ, ആ അധ്യാപകനെതിരെ വ്യാജ പീഡന പരാതി ഉണ്ടാക്കി അതുവഴി ജയിലിനകത്തും പുറത്തുമായി ആ മനുഷ്യന്റെ വ്യക്തിത്വത്തെ തന്നെ ഇല്ലാതാക്കിയ 11 വർഷങ്ങളാണ് കടന്നു പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ ഇപ്പോ ഓർമ്മയിലേക്ക് ഓടി വരുന്ന അടുത്ത പേര് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെയാണ്. പ്രൊഫസർ വിശ്വനാഥനെതിരെ, ഈ ആനന്ദ് വിശ്വനാഥൻ എന്ന് പറയുന്ന ഈ പ്രൊഫസർക്കെതിരെ CPM തിരക്കഥയുണ്ടാക്കി, പീഡന പരാതിയുടെ തിരക്കഥയുണ്ടാക്കി. ആ തിരക്കഥ ഉണ്ടാക്കിയതാവട്ടെ മൂന്നാറിലെ പാർട്ടി ഓഫീസിൽ വെച്ച്. കോപ്പി അടിച്ചതിന് പിടിക്കപ്പെട്ട വിദ്യാർത്ഥികൾ SFIക്കാരായതുകൊണ്ട് ആ SFIക്കാരെ റിപ്പോർട്ട് ചെയ്തു, കോളേജിൽ റിപ്പോർട്ട് ചെയ്തു. കോളേജ് ആക്ഷൻ എടുക്കാത്തതിന്റെ പേരിൽ ഈ പ്രൊഫസർ തന്നെ നേരിട്ട് സർവകലാശാലയിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രൊഫസറെ ഇല്ലായ്മ ചെയ്യണമെന്ന് കരുതുകയാണ് വിദ്യാർത്ഥികൾ. അതിന് കൂട്ടുനിൽക്കുന്നതാവട്ടെ പാർട്ടിയുടെ തലമുതിർന്ന സഖാക്കളും. എന്നിട്ട് പാർട്ടി ആഫീസിൽ വെച്ചുകൊണ്ട് തിരക്കഥയുണ്ടാക്കുന്നു. ഈ പ്രൊഫസർക്കെതിരെ, ഈ അധ്യാപകനെതിരെ ഒരു വ്യാജ പീഡന പരാതി ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് ആ ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോ തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നു, ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് കോടതി കണ്ടെത്തുന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം, കോടതി കണ്ടെത്തിയത് കൊണ്ട് ഈ പ്രൊഫസർ വിശ്വനാഥൻ ആനന്ദിന് നീതി ലഭിച്ചോ? കാരണം 11 വർഷങ്ങൾ 2014 നടന്ന കാര്യം. ഈ സംഭവം നടക്കുന്നത് 2014. അന്ന് മുതൽ ഇങ്ങോട്ടേക്ക് 11 വർഷങ്ങൾ നീറി പുകഞ്ഞ ആ മനുഷ്യന്റെ ജീവിതം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 2014 ഇതേ സംഭവം നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെ ആഘോഷിച്ചിട്ടുണ്ടാവും? നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെ വേട്ടയാടിയിട്ടുണ്ടാവും? അയാളെ വിചാരണ നടത്തിയിട്ടുണ്ടാവും അന്നത്തെ 2014 മാധ്യമങ്ങൾ മാത്രമാണോ? അപ്പോ ഇത്തരത്തിലൊരു ആരോപണം, ഒരു പരാതി ഉന്നയിക്കുമ്പോഴേക്കും ഈ മനുഷ്യനെ ഇങ്ങനെ കൊത്തി കീറിയിട്ടുണ്ടാവില്ലേ? അത് തന്നെയല്ലേ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ നടക്കുന്നത്. CPMന്, സഖാക്കൾക്ക്, പാർട്ടിയുടെ രാഷ്ട്രീയത്തിന് എതിരായിട്ടുള്ളവർ, അവരെ പ്രതിയോഗികൾ, രാഷ്ട്രീയ എതിരാളികൾ എന്നും ഇതുപോലെയാണ് അമർച്ച ചെയ്തിട്ടുള്ളത്. പീഡന പരാതികൾ, സ്ത്രീകളെ മുന്നിൽ നിർത്തി ആരോപണങ്ങൾ ഉന്നയിച്ച് പരാതി കൊടുപ്പിച്ച് അത് കഥയുണ്ടാക്കി കെട്ടിച്ചമച്ച് അത്തരത്തിൽ മനുഷ്യരെ ഇല്ലായ്മ ചെയ്യുന്ന, തേജോവധം ചെയ്യുന്ന ഹറാസ്മെന്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അത് തന്നെയാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് സൗഹൃദമുണ്ടായിരുന്നവരെ തേടി പിടിക്കുക, രാഹുൽ മാങ്കൂട്ടത്തിലെ നാട്ടുകാരായിട്ടുള്ളവരെ തേടി പിടിക്കുക, എന്നിട്ട് അതുവഴി അവർക്ക് പരാതി ഉണ്ട് എന്ന് ആദ്യം സ്ഥാപിക്കുക, പിന്നീട് അങ്ങോട്ട് അവരുടെ മേൽ സമ്മർദ്ദങ്ങൾ ചെലുത്തുക, അവർക്ക് പല വാഗ്ദാനങ്ങളും നൽകുക, എന്നിട്ട് അവരെ പരാതിക്കാരാക്കി മാറ്റുക, എന്നിട്ട് സാങ്കല്പികമായ പീഡന കഥകളും വ്യാജ ഗർഭ കഥകളും ഉണ്ടാക്കുക. അതിന് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും കൂട്ടുനിൽക്കുക.
ഇതാണ് ഇപ്പൊ സംഭവിക്കുന്നത്. കാരണം ഈ പ്രൊഫസർ വിശ്വനാഥ് ആനന്ദ് എന്ന് പറയുന്ന ഈ വ്യക്തിയേക്കാൾ വലിയ കണ്ണിലെ കരടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സഖാക്കളുടെ കണ്ണിലെ കരടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. എങ്ങോട്ട് തിരിഞ്ഞാലും എന്ത് ചെയ്താലും എല്ലാം പൊളിച്ചെടുക്കുന്ന ചടുലതയുള്ള, ആത്മധൈര്യമുള്ള, കൃത്യതയാർന്ന, സ്ഫുടമായി സംസാരിക്കുന്ന ഒരു വ്യക്തി. രാഷ്ട്രീയമായി അയാളെക്കാൾ മികച്ചു നിൽക്കാൻ, അല്ലെങ്കിൽ അയാളെ കവച്ചു വെക്കാൻ, അയാളെ നേരിടാൻ സഖാക്കളിൽ ഒരാളില്ലാതെ പോയപ്പോൾ സഖാക്കൾക്ക് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആ ഒരു യുവജന നേതാവ് അയാൾ ഇവരുടെ കണ്ണിലെ കരടായി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പൊ ഈ ഓഗസ്റ്റ് 20 ആരോപണങ്ങൾ ഉയർന്നപ്പോഴല്ല CPM തുടങ്ങിയിട്ടുള്ളത്. CPM അതിനു മുന്നേ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അന്ന് മുതൽ തുടങ്ങിയതാണ് ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ കഴമ്പില്ലാത്ത, കെട്ടിച്ചമച്ച ആരോപണങ്ങൾ മാത്രമാണിത്. അതിന്റെ ഭാഗമായിട്ട് ആദ്യം ഒരു വ്യാജ ഐഡന്റിറ്റി കാർഡിൽ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് വ്യാജ ഗർഭത്തിന്റെ അബോർഷനുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറച്ചു. പതിരുകളില്ലാത്ത, കഴമ്പുകളില്ലാത്ത വെറും വ്യാജ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകളിൽ നിറച്ചു. PR വർക്കുകളുടെ പിൻബലത്തോടുകൂടി, PR വർക്കുകളുടെ ഏമാന്മാരുടെ പിൻബലത്തോടുകൂടി സോഷ്യൽ മീഡിയയിൽ തകൃതിയായ ആരോപണങ്ങളും ചർച്ചകളും നിറച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എവിടെയും എത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ അവസാനം സാങ്കല്പിക പരാതിക്കാരെ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഒന്ന്, ഇപ്പൊ പരാതിക്കാരായിട്ട് മുന്നിൽ വന്നു നിൽക്കുന്ന ട്രാൻസ്ഫോമർ ആയിട്ടുള്ള അവന്തിക, മറ്റൊന്ന് CPIയുടെ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള അടൂരിൽ നിന്നുള്ള ശ്രീനാദേവി. ഇവർ രണ്ടുപേരും തുറന്നു പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, മാധ്യമങ്ങളെ ആയുധങ്ങളാക്കിക്കൊണ്ട് ഈ രണ്ടു പേരെയും വിളിച്ച് ഇവരോട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നിങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടല്ലോ എന്നുള്ള തരത്തിൽ എന്താണ് ആ പരാതി എന്ന രീതിയിൽ പരാതി ഉണ്ടാക്കിയെടുക്കാൻ മാധ്യമങ്ങൾ നടത്തിയ ശ്രമങ്ങൾ. ഇത് പുറത്തു വന്ന രണ്ട് പേര് മാത്രം. ഇതല്ലാത്ത എത്രയധികം ആളുകളെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി നാട്ടുകാരോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി വല്ല പരിചയവുമുള്ള എത്രയധികം സ്ത്രീകളെയാണ് ഇവർ ബന്ധപ്പെട്ടിട്ട് മാത്രം പോരാ, അവരെ കൊണ്ട് പരാതി ഉണ്ടാക്കിപ്പിക്കുകയായിരുന്നു. ഈ പരാതിക്കാരായിട്ട് മുന്നിൽ വന്നു നിൽക്കുന്നവർ എല്ലാവരും ഇത്തരത്തിൽ പരാതിക്കാരായി ഉണ്ടാക്കിയെടുത്തതാണ്. അവരുടെ പരാതി സൃഷ്ടിക്കപ്പെട്ടതാണ്. അതായത് ഡെവലപ്ഡ് സ്റ്റോറീസ് ആണ് എന്നുള്ള, ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ്. ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ ഒരു നേതാവിനെ, അയാളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരാതികൾ ഉണ്ടാക്കി, പെണ്ണ് കഥകൾ ഉണ്ടാക്കി, സ്ത്രീ പീഡന കഥകൾ ഉണ്ടാക്കി. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സഖാക്കൾ എന്ന് പറയുന്ന ഒരു വർഗം എന്നീ രാജ്യത്തുണ്ടായോ അന്ന് മുതൽ തുടങ്ങിയതാണ്. രാഷ്ട്രീയ പ്രതിയോഗികളെ, രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ, ആശയപരമായി, ആദർശപരമായി, വസ്തുതാപരമായി അവരെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ അവരുടെ കണ്ണിലെ കരടായി മാറുന്ന ഒരു രാഷ്ട്രീയ എതിരാളിയെ ഇല്ലായ്മ ചെയ്യാൻ ആദ്യം ഇറക്കുന്ന ആയുധം എന്ന് പറയുന്നത് പീഡന കഥകളാണ്, പെണ്ണ് കേസുകളാണ്. ഇത്തരം കേസുകൾ ഉണ്ടാക്കിയെടുത്ത് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യുന്നു. ഇത് ഇവരുടെ ഒരു പതിവ് രീതിയായി മാറിയിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഇര രാഹുൽ മാങ്കൂട്ടമാണെങ്കിൽ 2014 കോളേജിൽ കോപ്പി അടിച്ചതിന് SFIക്കാരെ പിടിച്ചതിന്റെ പേരിൽ ഒരു അധ്യാപകരെ ഇല്ലായ്മ ചെയ്തിട്ട് ആ അധ്യാപകൻ നീതി ലഭിച്ചു എന്ന് ഞാൻ പറയില്ല. ബട്ട് അയാള് ഇത് ചെയ്തിട്ടില്ല എന്ന് പുറം ലോകം അറിയുന്നത് 11 വർഷങ്ങൾക്ക് ഇപ്പുറമാണ്. അതായത് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടുന്ന ഈ ഒരു ആരോപണം, ഇതിന്റെ നിജസ്ഥിതി, ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണമെങ്കിൽ ഇനിയും വർഷങ്ങൾ എടുക്കും, പതിറ്റാണ്ടുകൾ തന്നെ എടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനവും ഒരു സംശയവും വേണ്ട. അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന മനുഷ്യന്റെ ആ ആയുസ് തീരുമ്പോഴേ ഇനി ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരൂ എന്നുള്ളതാണ്. ആരോപണങ്ങൾ ഉണ്ടാക്കിയവർ
ആരോപണങ്ങൾ ഉന്നയിച്ചവർ നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് എന്താണ് നേടാൻ പോകുന്നത് എന്നുള്ള ഒരു ആത്മവിചിന്തനം നടത്തുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. അതിനെവിടെയാ മൊറാലിറ്റി അല്ലേ? അതിനെവിടെയാ ധാർമ്മികത? ലോജിക്ക് എവിടെയാ? ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ ഇത്തരം വിചിന്തനങ്ങൾ, ആത്മവിചിന്തനങ്ങളൊക്കെ നടത്തുന്നത്. തോന്നുന്ന പോലെ ജീവിക്കുന്നവർക്ക് കാശ് മാത്രമാണ് എല്ലാത്തിനും, പരുന്തിനും പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അതെ, പണമാണ് ഏറ്റവും വലുത്. ആ പണത്തിന് അപ്പുറത്തേക്ക് മറ്റൊന്നില്ല എന്ന് വിശ്വസിച്ച് നടക്കുന്നവർക്ക്, അതാണ് ജീവിതം എന്ന് മാറ്റിമറിക്കുന്നവർക്ക് പിന്നെന്ത് വിചിന്തനമല്ലേ? മൊറാലിറ്റി എന്ന് പറയുന്നത് പിന്നെ എങ്ങനെ ഉണ്ടാവാനാണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വന്നേ മതിയാവുകയുള്ളൂ. കാരണം അയാൾക്കെതിരെ ഒരു പരാതിയില്ല, അയാൾക്കെതിരെ ഒരു തെളിവുകളില്ല. അയാൾക്കെതിരെ ഉള്ളത് വെറും നാവ് കൊണ്ട് പറഞ്ഞ വെറും ആരോപണങ്ങൾ മാത്രം. ആരോപണങ്ങൾ അങ്ങനെ പലതും ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാം. ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കരുക്കൾ നീക്കുമ്പോൾ സഖാക്കൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ആരോപണങ്ങളുമായി ആരോപണങ്ങൾ ഉന്നയിച്ച് മുന്നിൽ വരേണ്ടത്, പുറത്തു വരേണ്ടത് രാഹുലുമായി എന്തെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും വെച്ച് കണ്ട പരിചയമെങ്കിലും ഉള്ളവരായിരിക്കണം എന്നുള്ളത്. അത് ആ ആരോപണങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കുവാൻ ഈ സഖാക്കൾ മെനഞ്ഞുണ്ടാക്കിയ ഒരു തത്രപ്പാടായിരുന്നു, അല്ലെങ്കിൽ ഒരു അജണ്ടയായിരുന്നു. അവർക്കതിന് പിന്നിൽ ഉണ്ടായിരുന്ന കാർക്കശ്യ ബുദ്ധിയായിരുന്നു. കാരണം അത്തരത്തിൽ എന്തെങ്കിലും ഒരു പരിചയം, എന്തെങ്കിലും ഒരു ബന്ധം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഉണ്ടെന്ന് ഉള്ള ആളുകൾ ആരോപണം ഉന്നയിക്കുമ്പോഴേ ഇത്തരത്തിൽ ആ ആരോപണങ്ങൾക്ക് ഒരു വിശ്വാസ്യത ഉണ്ടാവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് ഇത്തരത്തിൽ സ്ത്രീകളെ തിരഞ്ഞു പിടിച്ച് സാങ്കല്പിക പരാതികൾ, ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറികൾ ഉണ്ടാക്കിയെടുക്കുക, പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കുടുക്കുക എന്നുള്ള അജണ്ടകൾക്ക് പിന്നിൽ ഈ സഖാക്കൾ പ്രത്യേകം ശ്രദ്ധിച്ച, അവർ വളരെയധികം കാർക്കശ്യ ബുദ്ധിയോടെ ആ ഒരു പോയിന്റ് ഒരിക്കലും മാറിപ്പോകരുത് എന്ന് വാശി പിടിച്ച ഒരു കാര്യം. അത്തരത്തിൽ ഉള്ള ആളുകളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചവർ എല്ലാവരും എന്നുള്ള കാര്യവും വളരെ ശ്രദ്ധേയമാണ്.